കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് 11 മണി വരെയാണ് കുട്ടികൾക്കല്ല പുറത്തിറങ്ങി പണി ചെയ്യലും യാത്ര ചെയ്യലും ഒക്കെ. 11 മണി കഴിഞ്ഞാൽ 3 മണി വരെ ഈ വലിയ ചൂട് സമയമാണ്. ആരും പുറത്തിറങ്ങരുത്, വലിയ പ്രശ്നമാണ്. ഇതിനിടയിലാണ് ഈ അങ്കണവാടി കുട്ടികളുടെ ചൂടുമായി ബന്ധപ്പെടുത്തി അവർ അനുഭവിക്കുന്ന ചൂടിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് തളർന്നു വീഴുകയും കുട്ടികൾക്ക് അസുഖങ്ങൾ വരികയും ദേഹത്ത് പൊള്ളൽ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരികയും റിപ്പോർട്ട് ചെയ്തതായിട്ട് സംസ്ഥാനത്ത് പലയിടത്തുനിന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അങ്കണവാടി വർക്കറാണോ ടീച്ചറാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അപരിചിതരാണ്, എനിക്ക് നേരിട്ട് അറിയത്തില്ല. ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ വോയിസ് ക്ലിപ്പും കൂടി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കൃത്യമായി ഒരു പ്രശ്നം അംഗൻവാടികളിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, വളരെ ഇടുങ്ങിയ ഒറ്റപ്പെട്ട മുറികളാണ്. കറക്റ്റായിട്ടൊരു വെന്റിലേഷനോ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ അംഗൻവാടി കെട്ടിടങ്ങളൊക്കെ. വളരെ 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 മോശം സംവിധാനത്തിലാണ് അംഗൻവാടി കെട്ടിടങ്ങൾ പലതും ഉള്ളത്. ആവശ്യമായ വെന്റിലേഷൻ, ഫാന്, മറ്റ് കൂളർ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നോട് അവർ ഈ വോയിസിൽ പറഞ്ഞിരിക്കുന്നത് AC വെക്കണമെന്നാണ്. അതൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ല. കേരളത്തിലെ 33,000 വരുന്ന അംഗനവാടിയിൽ AC വെച്ച് കൊടുക്കലൊന്നും പ്രായോഗികമല്ല. പക്ഷേ ഇപ്പോൾ ക്യാമറ വയ്ക്കുമ്പോഴല്ല AC, അതിന് അതിൻ്റെ കറണ്ട് ചാർജും മെയിൻ്റനൻസും വലിയ ചിലവുണ്ട്. അപ്പോൾ അതിനേക്കാൾ ചെയ്യാൻ പറ്റുന്നത് അംഗനവാടിയുടെ സമയം ഒന്ന് റീവർക്ക് ചെയ്തുകൂടെ എന്നൊരു ചോദ്യമുണ്ട്. വീട്ടുകാർക്കും സന്തോഷമായിരിക്കും. അതൊരു 7 മണി മുതൽ അല്ലെങ്കിൽ 8 മണി മുതൽ 11 മണി വരെ ആയിട്ടൊന്ന് റീവർക്ക് ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും. പിന്നെ അടുത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ ആൾട്ടർനേറ്റീവായിട്ട് 3 മണി മുതൽ 6 മണി വരെ അങ്ങനെ മാറ്റി തിരിച്ച് കൊടുക്കുക. അല്ല, ഒരു ദിവസം തന്നെ രാവിലെ 7 മണിക്കോ 8 മണിക്കോ കൊണ്ടുവിട്ട് 11 മണി കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ 3 മണിക്ക് കൊണ്ടുവിടുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് ആൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നുകിൽ 7 മണി മുതൽ 11 മണി വരെ ആക്കുക, അല്ലെങ്കിൽ 4 മണിക്കൂറോളം കിട്ടും. മറ്റേതുപോലെ തന്നെയല്ലോ, അവർ 11:30 ആകുമ്പോൾ ഒരു വീട്ടിൽ പൊക്കോട്ടെ കുട്ടികൾ. അല്ലെങ്കിൽ 3 മണിക്ക് ശേഷം പിന്നെ 4, 5, 6 മണി വരെ ഇരിക്കേണ്ടി വരും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് അതൊന്ന് പ്ലാൻ ചെയ്യണം. എന്തായാലും ഈ ഇടസമയം ഈ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയം അതികഠിനമായ ചൂടാണ്. കുട്ടികൾക്ക് ഈ വീട്ടിൽ നിന്ന് പുത്തൻ ഉടുപ്പോ പുതിയ ഡ്രസ്സോ ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് കുഞ്ഞുങ്ങൾക്കത് പറ്റുന്നതല്ല. അവർക്ക് വെള്ളവും കുടിച്ച് അവരുടെ ഉപ്പാട് വരുന്നു, അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നു. വലിയ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. ആ ചൂടിൻ്റെ ഭാഗമായി എല്ലായിടത്തും പീപ്പിൾ ഫ്രണ്ട്ലിയായ നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പീപ്പിൾ ഫ്രണ്ട്ലിയായ ഓഫീസ് സംവിധാനത്തിലേക്ക് പോകും. എല്ലാം പീപ്പിൾ സൗഹൃദമാക്കും. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. 6 മാസം വെള്ളപ്പൊക്കവും 6 മാസവും വരൾച്ചയായിട്ട് അല്ലെങ്കിൽ മഴയില്ലാത്ത നാടുണ്ട്. അവിടെ അതനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. 6 മാസത്തേക്ക് അവർ എല്ലാ സാധനങ്ങളും വീട്ടിനകത്തേക്ക് കൊണ്ടുവച്ച് അല്ലെങ്കിൽ ഗ്രാമത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അവർ ജീവിക്കും. അങ്ങനെയൊക്കെ ജീവിക്കുന്ന കാശ്മീരൊക്കെ കണ്ടിട്ടില്ലേ? മഞ്ഞ് വീഴുന്ന സമയവും മഞ്ഞില്ലാത്ത സമയവും തമ്മിൽ വലിയ ഗ്യാപ്പാണ്, മാസങ്ങളോളം ജീവിക്കുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ മാറിയതനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, കാലാവസ്ഥയെ മാറ്റാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ അതികഠിനമായ ചൂട് അനുഭവിക്കുന്നത് കൊണ്ട് അംഗൻവാടിയുടെ സമയം റീവർക്ക് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം പല ഭാഗത്തും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് അംഗനവാടിക്ക് മാത്രമല്ല, മറ്റ് ഇപ്പോൾ സ്കൂള് കോളേജൊക്കെ അടയ്ക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. മറ്റ് സ്ഥാപനങ്ങളുടെയും കോളേജൊക്കെ പിന്നും കുറച്ചുകൂടി വിശാലമായ ക്ലാസ് റൂമുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്, വലിയ റൂമൊക്കെയാണ്, വലിയ പ്രശ്നങ്ങളില്ല. അതേസമയം സ്കൂളിലും അതേസമയം അംഗനവാടി പോലുള്ള ബാലവാടി അംഗനവാടിയുടെയൊക്കെ കെട്ടിടങ്ങളാണ് ഇത്രയും വലിയൊരു പ്രശ്നം. മാത്രമല്ല കൊച്ചു കുട്ടികളുമാണ്, അവർക്ക് ഇറങ്ങി നടക്കാനൊന്നും കഴിയില്ല. മുതിർന്ന കുട്ടികളല്ല. മറ്റുള്ളവർക്ക് ഇപ്പോൾ പരീക്ഷയൊക്കെ ആവുന്നു, അവർ പിന്നെ വീടുകളിലേക്ക് പോകും, സമ്മർ സീസൺ ആയല്ലോ. അതേസമയം അംഗനവാടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ബാലവാടി, അംഗനവാടി, ക്രഷ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ബാലവാടി ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളിൽ ഇങ്ങനൊരു വലിയ വിഷയമുണ്ട്. അത് സർക്കാരിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഒരു പരിഹാരം നമുക്ക് പ്രതീക്ഷിക്കാം.